തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം, എന്തെല്ലാം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. ഇത് മാധ്യമ പ്രവർത്തകരോടാണ് നമ്മുടെ വി.ഡി. സതീശൻ ഇങ്ങനെ പച്ചയ്ക്ക് നുണ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇതൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ നമ്മൾ എന്തിനൊക്കെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പൊളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഉളുപ്പ് എന്ന് പറഞ്ഞ പരിപാടി ലെവലേശം തന്റെ ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതുകൊണ്ട് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പരാജയത്തിന് തൊട്ടു മുമ്പായിട്ട് എന്തോ ഒരു മതിഭ്രമത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണോ എന്ന് സംശയിച്ചു പോകും. ഞാനിങ്ങനെ പറയാൻ കാരണേ, ഇദ്ദേഹം വീട് പണി തുടങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വസീഫും മറ്റും പോയിട്ട് ഇപ്പോൾ അവിടെ കുടില് കെട്ടി മര്യാദയ്ക്ക് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ വീട് ഇവിടെ ഉണ്ടാക്കി കൊടുത്തോ എന്ന് സമരം നടക്കുകയാണ് ഇപ്പൊ അവിടെ. കണ്ടോക്കി. മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസ് ഭവന നിർമ്മാണം വൈകുന്നതിൽ നാടകീയ നീക്കവുമായി ഡിവൈഎഫ്ഐ. സ്ഥലത്ത് ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് സമരം. ഇന്നലെ അവരെന്താ പറഞ്ഞേ? ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞത് ഞങ്ങളാണ് വീട് പണി തുടങ്ങി എന്നുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് നോക്കൂ. ഈ അന്വേഷിച്ച് നോക്കുമെന്ന് പറയുന്നത് പൊതുജനങ്ങളോടാണ്. ആ പൊതുജനത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായിട്ടുള്ള വസീഫ് അവിടേക്ക് നേരിട്ടെത്തുന്നു. നോക്കുമ്പോൾ തുറസായ പറമ്പ് മാത്രം കാണുന്നു. വസീഫ് കൂട്ടരും ഡിവൈഎഫ്ഐക്കാര് അവിടെ വീട് കെട്ടി, ഒരു കുടില് കെട്ടി, നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നാട്ടുകാരെ കയ്യിൽ നിന്നും ആപ്പ് വെച്ച് പിരിച്ചുണ്ടാക്കി ആ പണം കൊണ്ട് മര്യാദയ്ക്ക് വീടുണ്ടാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം ചെയ്യുകയാണ്. ഇനിയും വി.ഡി. സതീശൻ ചേട്ടൻ നുണ പറയുമോ? ഇനിയും പറയാൻ വല്ല പാങ്ങുണ്ടോ? കേക്ക്. ഈ കാണുന്നത് യു.ഡി.എഫിന്റെ വീട് പണിയല്ല, ഡിവൈഎഫ്കാർ കിട്ടുന്ന ആ ഒരു കുടിലിന്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വസീഫിന്റെ ഒക്കെ സംസാരം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ് എന്ന് പറഞ്ഞു. അപ്പൊ അല്ല, പണി തുടങ്ങി എന്ന് അദ്ദേഹം വാശി പിടിച്ച് പറയാ. അപ്പോ പിന്നെ മറ്റു മാർഗമില്ല. ഞാൻ കോഴിക്കോട് നിന്ന് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചു. ഇവിടെ വയനാട്ടിലെ ഡിവൈഎഫ്ഐയുടെ ഇലക്ഷൻ പ്രവർത്തനമൊക്കെ മാറ്റിവെച്ചു. കാരണം ഇത് വലിയ പ്രശ്നമാണല്ലോ. ഇദ്ദേഹം ഇങ്ങനെ നുണ പറഞ്ഞാൽ എന്താ ചെയ്യാ? ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് പുറപ്പെട്ടു, നിങ്ങളും വന്നു. നോക്കൂ, നിങ്ങൾ ഈ പുറകിൽ കാണുന്നതല്ല സ്ഥലം. ഞങ്ങൾ അതിനകത്തേക്ക് കയറുന്നില്ല. കാരണം ഇനി അവരുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി എന്നായിരുന്നു. അതിനകത്ത് കയറുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, ഈ വയനാട്ടിൽ ഈ ദുരന്ത ബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ, ഈ ദുരന്തത്തെ സുവർണാവസരമായി കണ്ട ഈ കോൺഗ്രസ് ഇന്ന് കേരളത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ്. ആ കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ ഇവിടെ കുടിൽ കെട്ടി സമരം നടത്താൻ പോവാണ് ഡിവൈഎഫ്ഐ. കുടിൽ കെട്ടി കേരളത്തിലുടനീളം ഞങ്ങൾ കുടിൽ കെട്ടി സമരം നടത്തും. ഇതിന്റെ ഒരു യാഥാർത്ഥ്യ രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. ഇതല്ലേ യാഥാർത്ഥ്യം? എത്ര ഭംഗിയായിട്ടാണ് വി.ഡി. സതീശൻ ചേട്ടൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നുണകളൊക്കെ വിശ്വസിക്കാൻ ഒപ്പം നടക്കുന്ന കോൺഗ്രസ്സുകാർ അണികളുണ്ടല്ലോ എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഈ അണികൾക്കെങ്കിലും ഒരു നട്ടലോട് കൂടിയിട്ട് നമ്മൾ പിരിച്ചുണ്ടാക്കിയ പണം എവിടെ? സുഹൃത്തുക്കളെ, സഖാക്കളെന്ന് വിളിക്കില്ലല്ലോ കോൺഗ്രസ്സുകാരെ, സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നേതാക്കന്മാരെ, നമ്മൾ പിരിച്ച പണം എവിടെയെന്ന് അറ്റ്ലീസ്റ്റ് ഈ കോൺഗ്രസ്സുകാരെങ്കിലും ചോദിക്കേണ്ടെന്നേ. അത് വാഴപ്പിണ്ടി വെച്ചാണോ ഇവന്മാരൊക്കെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. പക്ഷേ അത് ചോദിക്കാൻ ഇവർ മടിക്കും തോറും ഇവിടെ പൊതുജനങ്ങളുണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ. ഇവരാണ് ഇങ്ങനെ ആ വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് പണം പിരിച്ച് മുക്കിയ ഈ കോൺഗ്രസ് ആണ് ഇവിടെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ സഞ്ചരിക്കാമെന്നും 3000 രൂപയോളം പെൻഷൻ കൊടുക്കുമെന്നും പിന്നെന്തൊക്കെയാണ് അവർക്ക് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. എന്തൊരു ദുരന്തമാകും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കേ. ഇതേ ആളുകളാണ് അവിടെ വീട് പണിക്ക് ഗവൺമെന്റ് മുന്നിട്ടിറങ്ങിയപ്പോൾ ഗവൺമെന്റ് വീട് വേണ്ട, 15 ലക്ഷം രൂപ വാങ്ങിച്ചോളി, ഗവൺമെന്റ് നിങ്ങൾക്ക് വീട് പണി തരില്ല, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും. അങ്ങനെ പറ്റിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഈ യാഥാർത്ഥ്യമൊക്കെ നിലനിൽക്കെ ഈ നടന്ന് നുണ പറയാൻ വി ഡി സതീശൻ ചേട്ടന് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ഒരു ഭീകരമായിട്ടുള്ള അത്ഭുതമായിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ബൈ.